ഹലോ വെൽഡർ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 5 ക്ലാസ്സുകളായിട്ട് നമ്മൾ 100 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ഒരു ദിവസം വരെ അതുപോലെ തന്നെ 80 ക്വസ്റ്റ്യൻ വരെയുള്ള എക്സാമുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നാകുമ്പോൾ അതും 100 ക്വസ്റ്റ്യനുകൾ കംപ്ലീറ്റ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലാസ് കാണുന്ന നിമിഷം നിങ്ങൾ 100 ചോദ്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് കാണാൻ വന്നിട്ടുള്ളത്. ഓക്കെ, ഞാനത് വിട്ടുപോയി. ഇപ്പോൾ 7 മണിയായപ്പോൾ നിങ്ങൾ 100 ചോദ്യങ്ങളും കവർ ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ 101ാമത്തെ ചോദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് വളരെ കുഞ്ഞൊരു ക്ലാസ് ആണ് കേട്ടോ. കുഞ്ഞൊരു ക്ലാസ് ആണ്. ഇപ്പോൾ ശനിയാഴ്ചയും നാളെ ഞായറാഴ്ചയായിട്ട് നമ്മൾ ഒരു 10 ചോദ്യങ്ങൾ വീതം മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിനകത്തേക്ക് പോയാലോ? അതിന് മുമ്പായിട്ട് 100 ചോദ്യങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ എക്സാമിന് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇടയ്ക്ക് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് നോക്കണേ. കാരണം എന്തെങ്കിലും ക്വസ്റ്റ്യനിലൊക്കെ തെറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഒന്ന് പറയുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയേക്ക് കേട്ടോ. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 101ാമത്തത് ദ പ്രോസസ് ഓഫ് റിമൂവിങ് അൺവാണ്ടഡ് വെൽഡ് ബീഡ് ഈസ് നൗൺ ആസ്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള വെൽഡ് ബീഡ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഇവിടെ രണ്ട് ഓപ്ഷനിലെ നിങ്ങൾക്ക് കൺഫ്യൂസ് വരാൻ ചാൻസ് ഉള്ളൂ. ഗ്രൈൻഡിങ് ആണോ ചിപ്പിംഗ് ആണോ അതല്ലേ? രണ്ടും അല്ല അതിൻ്റെ ആൻസർ. പിന്നെ വേറെ ഗേജിങ് എന്നുള്ളത്, അതായത് അതും നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം അല്ലേ? ഗേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. The process of removing the unwanted bead is known as gauging. അപ്പോൾ അതാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ചിപ്പിംഗ് എന്താണെന്നും ഗ്രൈൻഡിങ് എന്താണെന്നും സംശയം വന്നവർക്ക് വേണ്ടിയിട്ട് അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിപ്പിംഗ് എന്ന് പറയുന്നത് എ മെത്തേഡ് ഓഫ് റിമൂവിങ് സർഫസ് ഡിഫക്റ്റ് വിത്ത് എ ചിസൽ. ഒരു ചിസൽ ഉപയോഗിച്ചുകൊണ്ട് സർഫസ് ഡിഫക്റ്റുകളെ എന്ത് ചെയ്യുന്ന റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചിപ്പിംഗ് എന്ന് പറയുന്നത്. ചിപ്പിംഗ് എന്താണെന്ന് അറിയാലോ? ഒരു ചിസലും ഒരു ഗോൾഡ് ചിസലും ഹാമറും ഉപയോഗിച്ചുകൊണ്ട് എക്സസ് ആയിട്ടുള്ള മെറ്റൽസിനെ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വെൽഡ് മെറ്റലിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത വെൽഡ് മെറ്റലിനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അടിച്ചടിച്ച് റിമൂവ് ചെയ്യുന്ന കളയുന്ന ഒരു പ്രോസസ്സായിട്ട് പറയാം. ദ ഡിഫക്റ്റ് വിൽ നോട്ട് ബി വർക്ക്ഡ് ഇൻ ടു ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇൻ വെൽഡിങ്. ചിപ്പിംഗ് ഈസ് യൂസ്ഡ് വെൻ പ്രിപ്പയറിങ് എ ജോയിന്റ്. അടുത്ത ഗ്രൈൻഡിങ് എന്താണെന്ന് നോക്കിയേ. Grinding is a type of abrasive machining process which uses a grinding wheel as a tool. ഒരു ഗ്രൈൻഡിങ് വീൽ ടൂളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു അബ്രസീവ് മെഷീനിങ് പ്രോസസ് ആണ് ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. ഗ്രൈൻഡിങ് വീൽ ഒരു അബ്രസീവ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വീലല്ലേ? നമ്മുടെ വെൽഡിങ് ഷോപ്പിൽ എപ്പോഴും എന്താണ്, ഒരു ഗ്രൈൻഡിങ് ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം ഗ്രൈൻഡിങ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് വർക്ക് പീസ് ദാറ്റ് മസ്റ്റ് ഷോ ഹൈ സർഫസ് ക്വാളിറ്റി ആൻഡ് ഹൈ ആക്യുറസി ഓഫ് ഷേപ്പ് ആൻഡ് ഡയമെൻഷൻ. അപ്പോൾ ഷേപ്പിലും ഡയമെൻഷനും ഒക്കെ വളരെ ഹൈ ആക്യുറസിയും അതുപോലെ തന്നെ നല്ല സർഫസ് ക്വാളിറ്റിയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള ഒരു വർക്ക് പീസ് അത്തരത്തിൽ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രൈൻഡിങ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഗേജിംഗ് ആണ്. ഗേജിംഗ് എന്താണ്? അൺവാണ്ടഡ് വെൽഡ് ബീഡിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗേജിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. അടുത്ത 102ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത 102ാമത്തെ ചോദ്യം, ഇൻ ആർക്ക് വെൽഡിങ് ദ സോഴ്സ് ഓഫ് ഹീറ്റ് ഈസ്. അപ്പോൾ ആർക്ക് വെൽഡിങ്ങിൽ ഹീറ്റിന്റെ സോഴ്സ് അഥവാ ഹീറ്റിന്റെ ഉറവിടം ഏതാണ്? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയം വരുമോ? കറണ്ട് ആണെന്നോ, ആർക്ക് വോൾട്ടേജ്, ഇലക്ട്രിസിറ്റി, വെൽഡിംഗ് ട്രാൻസ്ഫോമർ, ഇതിൽ ഏതാണെന്ന് സംശയം വരുന്നുണ്ടോ? അപ്പം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് ഒന്ന് ടാർഗറ്റ് ചെയ്ത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക്. എന്താണ് ഇലക്ട്രിസിറ്റി വരാൻ കാരണം? ഇൻ ആർക്ക് വെൽഡിങ് ദ സോഴ്സ് ഓഫ് ഹീറ്റ് ഇലക്ട്രിസിറ്റി. ആർക്ക് വെൽഡിങ്ങിന് ഹീറ്റിന്റെ സോഴ്സ് ഇലക്ട്രിസിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് ഹീറ്റിന്റെ ഉറവിടം അത് ഇലക്ട്രിസിറ്റി ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. വെൻ ദ വെൽഡിംഗ് മെഷീൻ ഈസ് സ്വിച്ച്ഡ് ഓൺ ആൻഡ് ദ ഇലക്ട്രോഡ് ടിപ്പ് ജസ്റ്റ് ടച്ച്ഡ് ദ വർക്ക്. അതായത് വെൽഡിംഗ് മെഷീൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇലക്ട്രോഡ് ടിപ്പ് എന്ത് ചെയ്യുന്നു, വർക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യിക്കുന്നു. ഇലക്ട്രിക് സർക്യൂട്ട് ഈവൻ കംപ്ലീറ്റഡ്. അപ്പോൾ ആ ഇലക്ട്രിക് സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കറണ്ട് സ്റ്റാർട്ട് ഫ്ലോയിങ് ബട്ട് ദി ഇന്റർഫേസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ് ഫേസ് കോൺടാക്ട് റെസിസ്റ്റൻസ്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, ഫ്ലോ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, ഇന്റർഫേസ് എന്ന് പറയുന്ന ഇലക്ട്രോഡും വർക്ക് പീസും തമ്മിലുള്ളത് കോൺടാക്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. വർക്ക് പീസ് ഫേസസ് കോൺടാക്ട് റെസിസ്റ്റൻസ്. ഓക്കെ. ദെൻ അടുത്ത 103ാമത്തെ ചോദ്യം, ആൻ ആർക്ക് കനോട്ട് ബി മെയിൻറ്റെയിൻഡ് വിത്ത് വോൾട്ടേജ് ലോവർ ദാൻ. ഓക്കെ.
ആൻഡ് ആർക്ക് cannot be maintained with a voltage lower than ആൻസർ എന്ന് പറയുന്നത് 14 വോൾട്ട് ആണ്. ആൻഡ് ആർക്ക് cannot be maintained with a voltage lower than 14 volt. The value of arc voltage will vary from 18 voltage to 55 voltage depending on the type of machine. മെഷീൻ്റെ ടൈപ്പിനനുസരിച്ച് 18 വോൾട്ട് മുതൽ 55 വോൾട്ട് വരെ ആർക്ക് വോൾട്ടേജിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. 104ാമത്തെ ചോദ്യം നോക്കിയേ. എന്താണ് 104? The arc utilized in electric arc welding is a the arc utilized in electric arc welding is a ഒന്നുമില്ല. ലോ വോൾട്ടേജ് ലോ കറണ്ട് ആണോ? അല്ല. ഹൈ വോൾട്ടേജ് ഹൈ കറണ്ട് അതല്ല. ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ഡിസ്ചാർജ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. The arc utilized in electric arc welding is a low voltage high current discharge. The voltage rating usually 70 to 100 volt on AC supply and 50 to 60 volt on DC system. The current rating usually 50 to 1000 ആംപിയർ. അത് എന്താണ് ആംപിയറിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് വോൾട്ടേജിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 105 ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദി ഇലക്ട്രോഡ് ആൻഡ് ദ പാരന്റ് മെറ്റൽ വെർ ദ ആർ സ്ട്രൈക്ക് ഈസ് കാൾഡ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് പോരട്ടെ എന്താണ് അതെന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നോർമൽ ആർക്ക് ലെങ്ത്, ഷോർട്ട് ആർക്ക് ലെങ്ത്, ലോങ് ആർക്ക് ലെങ്ത്, ഇലക്ട്രോഡ് ഡയമീറ്ററിന്റെ ഇലക്ട്രോഡ് ടിപ്പും വർക്ക് പീസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു കോർ വയർ ഡയമീറ്ററിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആർക്ക് ലെങ്ത്, കോർ വയർ ഡയമീറ്ററിൻ്റെക്കാളും വലുപ്പം ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലോങ്, അതിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ഷോർട്ട്. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ എന്താണ് പറയുന്നത്? ആർക്ക് ലെങ്ത്. ഓക്കെ അല്ലേ? സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ്, മനസ്സിലായോ? ഇത് വർക്ക് പീസ്, ഇത് ഇലക്ട്രോഡിൻ്റെ ടിപ്പ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. കോർ വയർ ഡയമീറ്ററിൻ്റെ ഈക്വൽ അല്ലെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവിനനുസരിച്ച് അത് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ ടിപ്പ് ഓഫ് പാരന്റ് മെറ്റൽ വെർ ദ ആർക്ക് സ്ട്രൈക്ക് ഈസ് കാൾഡ് ആർക്ക് ലെങ്ത്. ആൻഡ് ആർക്ക് വെൽഡ് ഗ്യാപ്പ് ആൾസോ നോൺ ആസ് ദ ഇലക്ട്രോഡ് സ്റ്റിക്ക് ഔട്ട് ഓർ സിംപ്ലി സ്റ്റിക്ക് ഔട്ട് റെഫർ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ടു ദ വർക്ക് പീസ്. അടുത്ത 106ാമത്തെ ചോദ്യത്തിലേക്ക് പോകട്ടെ. 106ാമത്തെ ചോദ്യം. ദ സ്റ്റബ് എൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ് ഷുഡ് നോർമലി ബി നോട്ട് മോർ ദാൻ. അപ്പോൾ സ്റ്റബ് എൻഡ് എന്താണെന്ന് പറയണോ? ഇനി പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി അതാണ് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കാണണമെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ടക്കെന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 50% ഓഫ് ദി ഇലക്ട്രോഡ്. ദ സ്റ്റബ് എൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ് ഷുഡ് നോർമലി ബി നോട്ട് മോർ ദാൻ 10% ഓഫ് ദ ഇലക്ട്രോഡ്. അതായത് ഇലക്ട്രോഡിൻ്റെ 10% കൂടുതലായിട്ട് നമ്മൾ ആ സ്റ്റബ് എൻഡ് എന്ത് ചെയ്യുന്നില്ല. അതായത് സ്റ്റബ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡിനകത്തേക്ക്, അതായത് നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡറിനകത്തേക്ക് ഗ്രിപ്പ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു അൺകോട്ടഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കൺസ്യൂമബിൾ ആകാത്ത, വെൽഡിങ്ങിൽ കൺസ്യൂമബിൾ ആയി പോകാത്തതായിട്ടുള്ള ആ ഒരു പാർട്ടാണ് കേട്ടോ. അടുത്തത് എന്ന് പറഞ്ഞാൽ when the current flowing through a given resistance increases the voltage will increases. അല്ലേ? കറണ്ട് ഫ്ലോയിങ്ങിനകത്ത് ആ ഗിവൺ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വോൾട്ടേജും എന്ത് തന്നെയാണ്? ഇൻക്രീസ് തന്നെയാണ്. when the current flowing through given resistance increases the voltage will increases. അതായത് ഒരു നിശ്ചിത റെസിസ്റ്റൻസ് ഉണ്ട്, പ്രവഹിക്കുന്ന കറണ്ട് കൂടുന്ന സമയത്ത് വോൾട്ടേജ് എങ്ങനെ മാറും? കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും. ഓംസ് ലോ പ്രകാരം V = IR ആണ്. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, റെസിസ്റ്റൻസ് ആണ്. അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം 108 ആണ്. 108ാമത്തെ ചോദ്യം ഇതാണ്. എ വെൽഡ് മേഡ് ടു ഹോൾഡ് പാർട്ട് ഓഫ് എ വെൽഡ്മെന്റ് ഇൻ പ്രോപ്പർ അലൈൻമെന്റ് അണ്ടർ ദ ഫൈനൽ വെൽഡ് ആർ മേഡ് ഇസ് കാൾഡ്. എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് ചോദ്യം വളരെ സിമ്പിൾ ആണ് കേട്ടോ. അതായത് ഒരു വെൽഡിങ് നമ്മൾ നിർമ്മിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു കൃത്യമായിട്ട് ആ ഒരു വെൽഡുകളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ, ആ വെൽഡ് ഇപ്പോൾ 2 പാർട്ടുകളെ തമ്മിൽ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു, ഇങ്ങനെ വെൽഡ് ചെയ്യണമെന്ന് വിചാരിച്ചു, ചേർത്ത് വെച്ചിട്ട്. അതായത് ഇതിൻ്റെ പുറകിലോ മറ്റോ ഒരു വെൽഡും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെറുതായിട്ടൊരു വെൽഡ് ചെയ്യത്തില്ലേ നമ്മൾ, അലൈൻമെൻറ്റ് കറക്റ്റാൻ വേണ്ടിയിട്ട്. അത് ഇങ്ങനെ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതെന്താണ്, ഒരു ചെറിയ വെൽഡുകൾ ചെയ്യത്തില്ലേ? അതിൻ്റെ പേരെന്താണ്? ഇപ്പോൾ കത്തിയെന്ന് വിചാരിക്കുന്നു, ചെറിയ വെൽഡ്, അതെല്ലാവർക്കും അറിയാം. ചെറിയ വെൽഡുകൾ അടിക്കും. എന്ത് വെൽഡാണ് പറയുക? ടാക്ക് വെൽഡ് എന്ന് പറയല്ലേ, ടാക്ക് അടിക്കുക എന്ന് പറയല്ലേ.
അപ്പോൾ അതാണ് എ വെൽഡ് മേഡ് ടു ഹോൾഡ് പാർട്ട് ഓഫ് വെൽഡ്മെൻ ഇൻ പ്രോപ്പർ മേഡ് ഇസ് കാൾഡ് ടാക്ക് വെൽഡ്. അടുത്ത 109ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 109ാമത്തെ ചോദ്യം എന്താണ്? ഇൻ ആർ 109ാമത്തെ ചോദ്യം, ഇൻ ആർക്ക് വെൽഡിംഗ് ദ മെറ്റൽ പാർട്ടിക്കിൾസ് എക്സ്പെൽഡ് ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് വിച്ച് ഡു നോട്ട് ഫോം എ പാർട്ട് ഓഫ് ദ വെൽഡ് ആർക്ക് ഈസ് കാൾഡ്. അതായത് ആർക്ക് വെൽഡിങ്ങിൽ വെൽഡിംഗ് സമയത്ത് പുറന്തള്ളപ്പെടുന്നതും വെൽഡിന്റെ ഭാഗമല്ലാത്തതുമായിട്ടുള്ള ലോഹങ്ങളെ, അതായത് അവശിഷ്ടങ്ങളെ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് സ്പാറ്റർ എന്നാണ്. ഇൻ ആർക്ക് വെൽഡിംഗ് ദ മെറ്റൽ പാർട്ടിക്കിൾസ് എക്സ്പെൽഡ് ഡ്യൂറിങ് വെൽഡിംഗ് ആൻഡ് വിച്ച് ഡു നോട്ട് ഫോം ഓഫ് എ പാർട്ട് നോട്ട് ഫോം ഓഫ് എ പാർട്ട് ദ വെൽഡ് ആർ കാൾഡ് സ്പാറ്റർ. എന്താണെന്ന് മനസ്സിലായാലോ? സ്പാറ്റർ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചിന്ന പോയി കിടക്കുന്ന ആവശ്യമില്ലാത്ത വെൽഡിന്റെ ഭാഗമല്ലാത്ത ആ ഒരു എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഇതിനെയാണ് സ്പാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. 110 എന്ന് പറയുന്നത് എന്താണ്? ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർക്ക് ഡിപ്പെൻഡ് അപ്പോൺ. അതായത് ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്തെല്ലാം ആശ്രയിക്കുന്നു, ആർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്തെല്ലാം കാര്യങ്ങൾ ആശ്രയിക്കുന്നു? ആർക്ക് ലെങ്തും അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ആർക്ക് ലെങ്തും വളരെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫാക്ടറാണ്. ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആൻ ആർക്ക് ഡിപ്പെൻഡ് അപ്പോൺ ദ ആർക്ക് ലെങ്ത് ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞ 10 ചോദ്യങ്ങൾ, വളരെ ചെറിയ ക്ലാസ്, ഇത്രയാണ് 11 മിനിറ്റോ ഒക്കെ ഉള്ളൂ അല്ലേ? വളരെ സാധാരണ നമ്മൾ 30 മിനിറ്റ് ഒക്കെയാണ് ക്ലാസ് എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് വളരെ കുഞ്ഞു ക്ലാസ് ആയിരുന്നു. ഈ ചോദ്യങ്ങൾ ഇപ്പം തന്നെ പഠിക്കുമല്ലോ. അപ്പോൾ ഈ ചോദ്യം ഇപ്പം തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഇനിയും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ, ഇത് തന്നെയാണ് നമ്മുടെ കോഴ്സ്, എന്താണ്, പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം യൂട്യൂബ് വഴിയുള്ള ഈ ക്ലാസ് എത്ര ദിവസം ഉണ്ടാവുള്ളൂ? ഇനി ഒരു 200 ചോദ്യങ്ങൾ വരെ ആവുന്ന ദിവസം വരെ, 200 ചോദ്യമല്ല 10 ക്ലാസ്സുകൾ വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും മറ്റൊരു ദിവസം കാണാം, അടുത്ത വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.